അങ്ങനെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും അലീനോട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല, ചേച്ചി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ശിക്ഷ വലിയ ശിക്ഷയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അലീന കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഓരോ പണി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബബിത വന്ന് പറയുന്നുണ്ട്, ചേച്ചിയോടല്ലേ പറഞ്ഞേ റൂമിൽ നിന്ന് ഇറങ്ങരുതെന്ന്, പിന്നെ ആരോട് ചോദിച്ചിട്ട് അവിടേക്ക് വന്ന് പണിയെടുക്കാൻ തുടങ്ങണം. അയ്യോ നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എൻ്റെ എല്ലാം മാറി മോളെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് പാടാ, ചേച്ചി പോയി ഒന്ന് കടന്നേന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന മെല്ലെ നമ്മുടെ വൈജനെ കാണാൻ പോകുന്നുണ്ട്. വൈജയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ വൈജ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ എന്ത് ദ്രോഹം മാഡത്തിനോട് ചെയ്ത്, ഞാൻ ഒരു ദ്രോഹം മാഡത്തിനോട് ചെയ്യാൻ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, നീ ചെയ്ത പോലെ ലോകത്തിൽ എന്നോട് വേറെ ആരും ദ്രോഹം ചെയ്തിട്ടില്ല, നീ ഒന്ന് പോകണ്ട എൻ്റെ കണ്ണ് മുന്നിൽ നിന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ ഇവിടുന്ന് പോവാം, പക്ഷേ മാഡം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാഡം എന്നെ തിരഞ്ഞിട്ട് ഒരിക്കലും വരരുത്, മാഡത്തിന് ഒരു ദിവസം ഞാൻ ആരാന്നൊക്കെ മനസ്സിലാവും, അപ്പോൾ എന്നെ തിരഞ്ഞ് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്നെ തിരഞ്ഞിട്ട് ഒരിക്കലും വരില്ലാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജ. എന്തായാലും നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വല്ലാതെ സങ്കടം വന്നിട്ട് പിന്നെയും പറയുന്നുണ്ട്, മാഡം ഞാനും നിങ്ങളെ ശത്രുവല്ല, നിങ്ങളെന്നൊന്ന് മനസ്സിലാക്ക്, ഞാനും ഇവിടുത്തെ ഒരു അംഗമാണെന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ വൈജ ഒന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.